ഹായ്. ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാളായിട്ട് ഇവരുടെ ഫോളോവറാണ്. അപ്പോൾ ഇവർ ഈ ഒരു കുട്ടീനെ പറ്റിയിട്ട് തന്നെ എടുത്ത് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ റെഗുലർലി ഞാനും ഇത് വാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടുള്ളൂ. ഈ കാണുന്ന വീഡിയോയിലുള്ള ആ പയ്യൻ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. അപ്പം ഓട്ടിസത്തിൻ്റെ ഒരു ലെവൽ, അതിനെപ്പറ്റി ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനാണ് ആ അമ്മ കൊടുക്കുന്നത്. ഒന്ന് വായിക്കാം, കാണാം. ചെങ്ങായി നോക്കണണ്ടാ തോന്നുന്നു, എനിക്കൊക്കെ മനസ്സിലായി. ഇവിടെ വന്നിട്ട് ഞാൻ എന്താ ചെയ്യണത് എന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണ്. എന്നാൽ അവനോട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, നിൻ്റെ കണ്ണൊന്ന് പരിശോധിക്കട്ടെ എന്ന്. അപ്പം അതിന് കൂട്ടാക്കിയില്ല, അപ്പം വേഗം പോയി കളഞ്ഞു. ഷാബിയുടെ വീഡിയോസൊക്കെ കാരണം എനിക്ക് വിശദീകരിക്കണത് വളരെ കുറവായി. മറ്റത് ഞാൻ ഏത് സാഹചര്യത്തിലും ഞാൻ പറയും, അവൻ ഇങ്ങനെ ഒരു കുട്ടിയാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങളും ഒന്ന് സഹകരിക്കണേന്ന്. വളരെ നോർമലായിട്ടും ഒന്ന് താഴ്ന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാറുണ്ട് കേട്ടോ, നമ്മുടെ സമൂഹത്തിലുള്ള ഒട്ടുമിക്ക എല്ലാവരും. ഇതിനകത്ത് വന്ന ഒരു കമൻ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് അങ്ങനെയാണ്, കുറച്ച് ടോക്സിക് പീപ്പിളുടെ ഒരു ഏരിയയാണ് ഫേസ്ബുക്ക്. പക്ഷെ അതിനകത്ത് വന്നൊരു കമൻ്റാണ്, നീ നിൻ്റെ മകനെ വിറ്റ് കാശാക്കുകയല്ലേ, ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കുട്ടീനെ വിറ്റ് നീ കാശാക്കുന്ന നിനക്ക് നാണമില്ലേ എന്നൊരു ഫോമിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മോട്ടിവേഷൻ ഇത് പറയാൻ പറ്റുമോ എന്ന്. ആക്ച്വലി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. മോട്ടിവേഷൻ എന്നുള്ളതല്ല, ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ സുഹൃത്ത് വലയത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും അവർക്ക് മോട്ടിവേഷൻ തന്നെ കൊടുത്തു. ഒരു ചാനൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ചാനലിൽ കൂടെ അത്യാവശ്യം റവന്യൂ വരുന്ന തക്കവണ്ണം നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തു, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തു. എനിക്ക് വന്ന കുറേയധികം ആൾക്കാരെ കൊണ്ടൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യിപ്പിച്ചു. അവസാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് എനിക്ക് ഞൊണ്ടിക്കാലാണെന്നും എന്നെ കണ്ടാൽ ആണുങ്ങൾ കാർക്കിച്ച് തുപ്പുമെന്നും എന്ന് തുടങ്ങി എന്നെ ഇനി പറയാനൊന്നുമില്ല, ഞാൻ ബക്കറ്റ് വെച്ച് മൂത്രം ഒഴിക്കുമെന്നും എൻ്റെ മെൻസസ് തുണി പോലും അവളെ കൊണ്ടാണ് ഞാൻ കഴിപ്പിച്ചതെന്ന് തുടങ്ങി ഇല്ലാത്ത ഗുണ്ടൻ നുണകൾ പറഞ്ഞ് ഏറ്റവും അവഹേളിച്ചതോടുകൂടി ഈ കുട്ടികളുമായി ആരെങ്കിലും വന്നാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, സീരിയസ്ലി. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാൻ താല്പര്യമില്ലാത്തത്. പക്ഷേ ഇത് കണ്ടപ്പം, ആ ഒരു കമൻറ്റും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി. ആക്ച്വലി ഈ അമ്മ ചെയ്യുന്നത് ദ ബെസ്റ്റ് തിങ് ആണ്. ഇതുപോലെ മറ്റൊരു പെങ്കൊച്ചും കൂടെ ഉണ്ട്, ഒരു കുട്ടിയുടെ കാര്യം ഒരമ്മ എടുത്തിടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്ത് അവരിടുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. മൊത്തം കാണട്ടെ, ആ കുട്ടിയുടെ ആക്ടിവിറ്റീസൊക്കെ കാണട്ടെ, ഷീ മേ ബി റിക്കവർ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നോക്കുന്നവർ ഏറ്റവും ഈസി പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കെയർ, നിങ്ങൾ അവരെ എങ്ങനെ കൺസേൺ ചെയ്യുന്നു, നിങ്ങൾ അവരെ എങ്ങനെ മോഡുലേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ചെറിയ വിവരണം അതിടുക. ഇരുന്ന് ദാരിദ്ര്യം പറയാനല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങളെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞാനൊരു കാര്യം പറയാം, ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കരായിരിക്കും. ഈ കുട്ടികളെ നമുക്ക് കിട്ടുന്നത് നമുക്കൊരു എന്തോ ദൈവം നമ്മളെ ശപിച്ചു അല്ലെങ്കിൽ നമുക്കെന്തോ ദോഷം തന്നു അങ്ങനെ ചിന്തിക്കരുത്. സത്യം പറഞ്ഞാൽ അതല്ല. നമ്മളെ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കുഞ്ഞ് വന്നാൽ നമ്മളതിനെ പൊന്നുപോലെ നോക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മറ്റൊരിടത്തേക്ക് അതിനെ വിടാതെ നമ്മുടെ കയ്യിലേക്ക് തന്ന് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്തൊന്നും തോന്നത്തില്ല. പിന്നെ കളിയാക്കുന്നവർ, അവരത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, അവർക്കതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല, അവരങ്ങനെ തന്നെയായിരിക്കും, അവരെ തിരുത്താനാകത്തില്ല. അതേപോലെ ഈ രീതിയിൽ ഇത്രയും വൈഷമ്യമുള്ളൊരു കുട്ടീനെ കൊണ്ട് നടക്കണു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കളിയാക്കുകയോ മോശം പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ കുഞ്ഞുങ്ങൾക്കും കുട്ടികളുണ്ടാവത്തില്ലേ? അതിലൂടെ അതിന് പരിഹാരം ദൈവം തന്നെ കണ്ടെത്തി കൊടുത്തോളും. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ്. ഈ അമ്മയോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് കേട്ടോ. ഈ കുട്ടിയുടെ ടു Z കാര്യങ്ങൾ, അവൻ വരുന്നത് പോകുന്നത്, അവൻ കെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ സംഗതികളും അവർ എടുത്തിടും. ഒരുപാടുണ്ട് അവരുടെ വീഡിയോസ്. പറ്റുമെങ്കിൽ അവരെ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ അവരുടെ ആ വീഡിയോ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, കണ്ടു നോക്കാം. സൂപ്പറാണ്. അതായത് നമുക്ക് ഭയങ്കര ഒരു നോളജാണ് അവർ ഷെയർ ചെയ്ത് തരുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് നാളത്തേക്കെന്നുള്ളത്, നമുക്ക് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. ആൻഡ് ഈ കുട്ടിയുടെ ഏർലി സ്റ്റേജ് തൊട്ട് ഞാൻ ഇവൻ്റെ വീഡിയോ കാണുന്നതാണ്. ആദ്യം മുതലുള്ള ഇവൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് സത്യത്തിൽ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ പെർഫോം ചെയ്യുന്നത് കുട്ടിയാണ്. നന്നായി മാറ്റമുണ്ട്.
മാത്രമല്ല ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഒരിടത്ത് ഇരുത്തുക, അവരെ അനക്കാതിരുത്തുക, അങ്ങനെയൊരു ലെവലായിരുന്നു. ഞാൻ ഒരുപാട് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാറില്ല. എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെയാണ്. ഇവരെക്കാൾ ഒരുപടി കൂടെയാണ് ആ പെൺകുട്ടിയുടെ അമ്മ കാണിക്കുന്നത്. ആ കുട്ടിയാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുക്കുമ്പോൾ എല്ലാം അവിടെയൊക്കെ ആകും. അതൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല, ഒന്നും പറയാറില്ല. അത് എടുത്തോണ്ട് പോട്ടെ, തനിച്ചിരുന്ന് കഴിക്കട്ടെ, അങ്ങനെ ഒരു കൺസേണാണ്. സ്കൂളിൽ വിടുന്നത്, വരുന്നത്, അവർ കാണിക്കുന്ന കുറേയധികം ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളിതൊക്കെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അത് ഒരു സോഷ്യൽ അവയർനെസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതിൽ കൂടി നിങ്ങൾക്കൊരു റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിസിൻ ഉപയോഗിക്കാമല്ലോ, ആ കുട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ. ആ തോന്നിവാസം പറഞ്ഞു എനിക്ക് ആ വിവരമില്ല, അവൻ തരില്ലല്ലോ ചിലവിന്, നിനക്കൊന്നും വേറെ പണിയില്ലേ, നിനക്ക് ഇതേ ഉള്ളോളോ എന്നൊക്കെ ചോദിക്കുന്നവൻ ചിലവിനോട് തരുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഇഗ്നോർ ചെയ്യുക. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് വരുന്നവരുടെ മാനസിക നിലപാട് അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ആ നിലവാരം അത്രയേ ഉള്ളൂ. അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിലൂടെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ സംഗതിയായിരിക്കും. ഒരിക്കലും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊന്നല്ല, ഒരു ബെഡ് റൈഡൻ പേഷ്യൻ്റാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ പോലും ബർഡനായിട്ട് കണക്കാക്കാതിരിക്കുക. അതും കടന്നു പോകും. പക്ഷേ ഉള്ളിടം വരെ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തത്തിലേക്ക് തന്നതാണ്. ഒരുപാട് ഫ്യൂച്ചർ തിങ്കിങ്ങും ഞാൻ ഇല്ലാണ്ടായിപ്പോയി എന്ത് ചെയ്യും, അങ്ങനെ കുറേ ഇതുണ്ടല്ലോ, അതും കടന്നു പോകും. അതിനുള്ള വഴി അപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാകും. അങ്ങനെ ചിന്തിച്ച് ധൈര്യസമേതം അത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദ വെരി ബിഗിനിങ് എനിക്ക് ഓർമ്മ വരിക ഞാൻ നേരിട്ട ഒരു ബുദ്ധിമുട്ടാണ്. ഈ റീസെൻ്റ്ലി എന്നെ 2 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെ ഓട്ടിസം ബാധിച്ച് ആറ്റിങ്ങൽ ഇതുപോലത്തെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഒരുപാട് കാലമായി ഞാൻ അപ്പോൾ അവിടെ ഒന്നും പോകാറില്ല, കൊടുക്കാറില്ല. നമ്മൾ എത്രത്തോളം മനസ്സുകൊണ്ട് നമ്മളെ വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഒരു വലിയ മനസ്സിലൊരു ആഘാതമാണ് തന്നത്. കാരണം ഒരിക്കൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്ത്രീ ഈ രീതിയിലേക്ക് മാറുമോ എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അപ്പം വെറുത്തുപോയി. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ലാത്തത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ കാണുമ്പോൾ വളരെ സഹാനുഭൂതിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ഒരു കൈ സഹായിക്കണമെന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോൾ പേടിയാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ചാരിറ്റി റിലേറ്റഡ് പറഞ്ഞാൽ പോലും ഞാൻ നോ എന്ന് പറയും. താല്പര്യമില്ല, എന്തിനാ വെറുതെ. നമ്മളുടെ കയ്യിലിരിക്കുന്നത് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച് വേണ്ടാത്തടത്ത് വിട്ട് കടിച്ചോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എനിക്കത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരു രീതിയിലും എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയരുതേ എന്നാണ്. അത്രത്തോളം അവഹേളിച്ച് കളഞ്ഞു സഹായിച്ചതിന്. സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മാനനഷ്ടം അത്രത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം എന്നെ ഇങ്ങനെ അവഹേളിച്ചോ അതിനുശേഷം വലിയ ഉന്നതിയൊന്നുമില്ല, പല രീതിയിലുള്ളത് ഞാൻ കണ്ടു, പല പ്രോബ്ലംസും ഞാൻ കേട്ടു. അതൊക്കെ കൊടുക്കുമല്ലോ, ടിറ്റ് ഫോർ ടാറ്റ്. നമ്മളാരെയും ഉപദ്രവിച്ച ടീമല്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും അത് കിട്ടുക എന്നുള്ളതാണ്, മാക്സിമം കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അത്രത്തോളം വെറുപ്പായിപ്പോയി. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിഭാഗത്തിനോട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഐ എം സോറി. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലേക്ക് എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനൊരു വിഷയം ഉള്ളത് കൊണ്ടാണ്. ഞാൻ അഥവാ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ആരെയും പറയാറില്ല. മെയിനായിട്ട് ഞാൻ പബ്ലിക് സപ്പോർട്ട് ചോദിക്കാറില്ല. അതിൻ്റെ റീസൺ, നമ്മളത് സപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളായിരിക്കും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശത്രു. എന്തിനാ ഇപ്പോൾ ഉള്ളതുപോലെ അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു കൺസേണാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പോയിരുന്ന് കാണും. സത്യം എന്നെ ആ അമ്മ കാണുന്നുണ്ടെങ്കിൽ, ഐ തിങ്ക് ഷീസ് മൈ ഫോളോവർ, കാണുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്, സൂപ്പർബാണ്. നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഞാൻ കമൻസൊക്കെ ഇടാറുണ്ട്, ബട്ട് എനിക്കിതുവരെയും തിരിച്ച് കമൻസിന് മറുപടിയൊന്നും വരാറില്ല. പക്ഷേ ഭയങ്കര കൗതുകവും സന്തോഷവും തോന്നാറുണ്ട്. ആൻഡ് യുവർ ഹസ്ബൻഡ് പാർട്ട്, പുള്ളി ഭയങ്കര ബോറാണ് കേട്ടോ. പുള്ളി ആ കുട്ടീനെ കൊണ്ടൊന്നും ചെയ്യിക്കരുതെന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ അദ്ദേഹത്തിനെ തിരുത്തുന്നത് കണ്ടപ്പോൾ നല്ല സൂപ്പർ പോസിറ്റീവ് വൈബാണ് നിങ്ങളുടെ അത് കാണുമ്പോൾ. ഒരുപാട് പ്രതീക്ഷ തോന്നും. അതിൻ്റെ ഒപ്പം സഹോദരങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം, അതും പറയാൻ പാടില്ല, അമ്മാതിരിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ചാനലാണ് ഇവരുടേത്. എല്ലാവരും കയറി കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇതേപോലെ തന്നെ ഒരു അമ്മയും ഉണ്ട്, ഒരു പെൺകുട്ടിയുടേത്. ഞാൻ നോക്കട്ടെ, എനിക്ക് അതിൻ്റെ ലിങ്ക് എടുത്തിട്ടില്ല, ബട്ട് ഐ വിൽ ഡു ദാറ്റ്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ സമീപിച്ചാൽ എനിക്ക് കമൻ്റ് ഇട്ട ആ പെൺകുട്ടിയോടാണ്. ഇതും കടന്നു പോകും എന്ന് മാത്രം ചിന്തിക്കാം. എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു സാധനവും നമുക്ക് നിരന്തരമല്ല, ഒരു പ്രോബ്ലംസും നമുക്ക് നിരന്തരമല്ല. അതും ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ വേറെ ആരെ കൊണ്ട് പറ്റുമെന്നാൽ തീർച്ചയായിട്ടും സാധിക്കും.
സ്റ്റേണായി ഫേസ് ഇറ്റ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാട്ടാണെന്ന് മാത്രം വിചാരിക്കുക, ഒരു ബേർഡനാണെന്ന് വിചാരിക്കാതിരുന്നാൽ മാത്രം മതി, ജയം ഉണ്ടാവും. നല്ലത് വരട്ടെ. നന്ദി.